ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ജെ. രാവിലെ തന്നെ ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് അവിടെ കണ്ടൊരു ഇല പറിച്ചിട്ട് വീട്ടിനകത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അകത്ത് വന്ന് നോക്കിയപ്പോൾ ഉണ്ട് കുറേ നാളായിട്ട് ഉപയോഗിക്കാത്ത മോൾഡഡ് ക്ലേ അവിടെ ഇരിക്കുന്നു. എന്നാൽ പിന്നെ അതും ഈ ഇല ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മോൾഡഡ് ക്ലേ രണ്ടും കൂടെ, അത് റെസിനും ഹാർഡനറും ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അത് രണ്ടും കൂടി ഈക്വൽ എമൗണ്ടിൽ മിക്സ് ചെയ്തിട്ട് നമ്മളിതുപോലെ ഡോ ആക്കി എടുക്കണം. അതിനുശേഷം നമ്മുടെ ഈ ഇല അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇതുപോലെ ഇലയുടെ ആകൃതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സ്കൾപ്റ്റിംഗ് ടൂളാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഏത് ടൂൾ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതൊരു ലിഡിൻ്റെ പുറത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുമ്പോൾ നമുക്ക് ഈ ലീഫിൻ്റെ ഷേപ്പിൽ തന്നെ ഒരു ക്ലേ കിട്ടും. അങ്ങനെ അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഡാർക്ക് ഗ്രീനും അതുപോലെ ലൈറ്റ് ഗ്രീനും പിന്നെ കുറച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഒറിജിനൽ എഫക്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ഉണങ്ങി കഴിയുമ്പോൾ സ്കൾപ്റ്റിംഗ് പരിപാടിയെല്ലാം തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പോർസലെയിൻ ക്ലേ അപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അത് എന്നെ ഉപയോഗിക്കണില്ലേ എന്നൊരു ചോദ്യം. അപ്പോൾ പിന്നെ പാവം നമ്മളൊന്നിനെ വിഷമിപ്പിക്കരുതല്ലോ, അതുകൊണ്ട് ഞാൻ പോർസലെയിൻ ക്ലേയും കൂടി ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ സ്കിൻ കളർ മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം ബോഡിയുടെ ഷേപ്പിലേക്ക് ക്ലേ ആക്കിയിട്ട് നമ്മൾ ഈ ലീഫിൻ്റെ പുറത്തേക്ക് ഫിക്സ് ചെയ്യാണ് വേണ്ടത്. നമ്മളിവിടെ ഒരു നേച്ചർ ഫെയറി അല്ലെങ്കിൽ ഒരു വനദേവതയെ പോലെയാണ് ചെയ്യുന്നത്. ചിറകൊന്നും കാണാൻ പറ്റില്ല കേട്ടോ, ഒരു വനദേവത എന്നൊക്കെ പറയാം. അപ്പോൾ അവരുടെ ആ ഒരു അപ്പർ ബോഡി പോർഷൻ മാത്രമാണ് കാണുക. അത്രയും നമുക്ക് ഈ ഇലയിൽ സ്കൾപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഞാനിവിടെ അപ്പർ ബോഡി മാത്രം സ്കൾപ്റ്റ് ചെയ്യാണ്. പിന്നെ പോർസലെയിൻ ക്ലേ ഇപ്പോഴും എന്നോട് എന്താണെന്ന് ചോദിക്കുന്ന പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു ഹോം മെയ്ഡ് ഡ്രൈ ക്ലേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മേക്കിംഗ് ഒക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കൊക്കെ കൊടുത്തേക്കാം, യൂസ്ഫുൾ ആയിട്ടുള്ള ലിങ്ക്സ്. അതുപോലെ എന്തെങ്കിലും ഞാൻ ഈ ഇതിലോ സ്കൾപ്റ്റിംഗ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള ലിങ്ക്സൊക്കെ കൊടുത്തേക്കാം. നമ്മൾ ഒരുപാട് വീഡിയോസ് ട്യൂട്ടോറിയൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, ആരും കണ്ടിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് ഇത് ചെയ്യണം താല്പര്യമുണ്ട്, എന്തെങ്കിലും ഇതിൽ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കാണാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ എനിക്കും ബെനിഫിറ്റാണ്, നിങ്ങൾക്ക് ബെനിഫിറ്റാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ സ്കൾപ്റ്റ് ചെയ്തതിന് ശേഷം ഡ്രസ്സിൻ്റെ കുറച്ച് പോർഷൻ ചെയ്തിട്ടുണ്ട്. ഡ്രസ്സ് നമ്മൾ കുറച്ച് ഇതളുകൾ പോലെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. കവർ ചെയ്തിട്ട് ബസ്റ്റ് കവർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഹെയറിൻ്റെ കുറച്ച് പോർഷൻ ഇപ്പോൾ സ്കൾപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ബാക്കിലേക്കുള്ള ഹെയർ കുറച്ച് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലേക്കും. പിന്നെ നമുക്ക് കൈകൾ വെച്ച് കൊടുക്കുക. അപ്പോൾ കൈകൾ ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന പോലെയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം ഞാനിപ്പോൾ വെക്കും, ബാക്കി ഭാഗം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാം കേട്ടോ. ഇനി നമ്മൾ ആ കൈയിലേക്കുള്ള സ്ലീവ്സ് പോലെയും ഈ ഇതളുകൾ പോലെ ഉണ്ടാക്കിയിട്ട് ആ ഇതളുകൾ വെച്ച് കൊടുക്കുകയാണ്. രണ്ട് സൈഡിലും അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പോർസലെയിൻ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ ഓരോ പീസസും ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അഡ്ജസ്റ്റൻറ്റ് സൈഡിലേക്കുള്ളത് ബ്ലെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ അത് വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഫേസ് സ്കൾപ്റ്റ് ചെയ്യാം. ഫേസ് സ്കൾപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ സ്കിൻ കളർ ക്ലേ തന്നെ എടുക്കുക. അതിനുശേഷം ഇതുപോലെ സ്കൾപ്റ്റ് ചെയ്യുക. ഫേസ് സ്കൾപ്റ്റിംഗ് നമ്മൾ നേരത്തെ മുമ്പ് ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പല വീഡിയോസിലും നമ്മൾ ഫേസ് സ്കൾപ്റ്റിംഗ് കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2 ഡോളിലും ഒരു ഐഡോളിലും കാണിച്ചിട്ടുണ്ട്. അതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കുക. ഇവിടെ എല്ലാ വീഡിയോയിലും നമുക്ക് ഫേസ് സ്കൾപ്റ്റിംഗ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഇനി ഫേസ് ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് കണ്ണൊക്കെ വരച്ചു കൊടുക്കാം കേട്ടോ. എന്നോട് ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫൈൻ ഡീറ്റെയിൽ കൊടുക്കാൻ ഏത് ബ്രഷാണ് നല്ലതെന്ന്. ഞാൻ ഉപയോഗിക്കുന്നത് ഇതൊരു നെയിൽ ആർട്ടിൻ്റെ ബ്രഷാണ്. ഞാൻ നെയിൽ ആർട്ടൊന്നും ചെയ്യാറില്ല, എൻ്റെ നഖങ്ങൾക്കൊന്നും നീളമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ നെയിൽ ആർട്ടൊന്നും ചെയ്യാറില്ല. എനിക്കത് വലിയ താല്പര്യമില്ലാത്ത ഒരു ആർട്ടാണ്. അപ്പോൾ പക്ഷേ ഞാൻ ഈ ഒരു ഫൈൻ ഡീറ്റെയിൽ കൊടുക്കാൻ നെയിൽ ആർട്ടിൻ്റെ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അത് ഏകദേശം ഒരു ക്വാർട്ടർ 0 സൈസ് വരും, 0.000 സൈസിലുള്ള ഒരു ഫൈൻ ഡീറ്റെയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഏകദേശം അതിനെക്കാട്ടിൽ ഫൈൻ ഡീറ്റെയിൽ ഉള്ളത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോൾ എത്രത്തോളം ഫൈൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്രഷിൻ്റെ സൈസ് എത്രത്തോളം സീറോസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്രയും ഫൈനായിട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഡീറ്റെയിൽഡ് വീഡിയോയിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്യുമ്പോഴാണ് ഡൗട്ട് ചോദിക്കുന്നത്. എനിക്ക് ഷോർട്ട് വീഡിയോയിൽ ഈ കാര്യങ്ങളെല്ലാം കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോസും കൂടെ കാണാൻ പറയുന്നത്. അപ്പോൾ ഇതൊരു ഫെയറി മോഡൽ ഫിഗറിൻ ആയതുകൊണ്ട് ഞാനിവിടെ ഐസ് ഗ്രീൻ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് കളർ ഐസ് ആണെങ്കിലും വരച്ചു കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിവിടെ എനിക്ക് ഗ്രീൻ വേണമെന്ന് തോന്നി, അതുകൊണ്ട് ഗ്രീൻ യൂസ് ചെയ്തു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരുപാട് ഡീറ്റെയിൽ വീഡിയോ ചോദിക്കുന്ന ആൾക്കാരുണ്ട്, വളരെ കുറച്ച് പേരെ വീഡിയോസ് കാണാറുള്ളൂ.
ഐ തിങ്ക് യുണീക്ക്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാർക്ക് വലിയ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരൊന്നും ചെയ്യുന്നതൊന്നും അല്ല ചെയ്യാറ്. ഗോയിങ് വിത്ത് ദ ട്രെൻഡ്, ഒരാൾ ചെയ്ത് തന്നെ പലരും ചെയ്യുന്നു, അങ്ങനെയുള്ളതാണ് ആൾക്കാർക്കും കാണാൻ ഇഷ്ടമുണ്ടാവുക. എൻ്റെ ഒരു ചെറിയൊരു അനാലിസിസിൽ ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, മൈദ മാവ് കുഴച്ചിട്ട് അത് ക്ലേ ആണെന്ന് പറയുന്ന ഒരു വീഡിയോ. അത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി. നമ്മളൊക്കെ ഇവിടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരുപാട് തരത്തിൽ എങ്ങനെയൊക്കെ ക്ലേ കേടാവാതെ സൂക്ഷിക്കാം, ഏതൊക്കെ തരത്തിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും നമ്മളേതായിട്ടുള്ള ക്ലേസ് ഉണ്ടാക്കാമെന്നൊക്കെ നോക്കി പല എക്സ്പെരിമെൻറ്റിൽ നിന്നും വിജയിച്ചിട്ട് മാത്രമാണ് ഒരു ക്ലേ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നത്. ഇവിടെ ഒരു മലയാളി വീഡിയോയിൽ തന്നെ, ഒരു മലയാളം ചാനലിൽ ഒരു വീഡിയോയിൽ തന്നെ ഗോതമ്പ് മാവോ അല്ലെങ്കിൽ മൈദയോ ഉപ്പ് ചേർത്തിട്ട് ഒരു വീഡിയോ ക്ലേ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഒരു കാര്യത്തിനും ഗുഡ് ഫോർ നത്തിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു ക്ലേ അല്ല, അതൊരു സോൾട്ട് ഡോയാണ്. അത് എപ്പോൾ വേണമെങ്കിലും ചീത്താവും. പക്ഷെ അതിനുള്ള സപ്പോർട്ടൊക്കെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന വീഡിയോസിനൊന്നും ആരും കാണാനും ഉണ്ടാവില്ല. അതും പോരായിട്ട് ബുള്ളിങ് ചെയ്യും, ബാഡ് വേർഡ്സ് യൂസ് ചെയ്യും, ബോഡി ഷെയ്മിങ് ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനൊരു വാല്യൂ ഉണ്ടാവില്ല. സോ ഐ അസ്യൂം അതുപോലെയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ വീഡിയോസ് ആയിരിക്കും ആൾക്കാർക്ക് ഇഷ്ടമെന്ന്. എനിവേ ഞാനിപ്പോൾ ഈ ഒരു ഗേളിൻ്റെ കൈകളും എല്ലാം സ്കൾപ്റ്റ് ചെയ്തിട്ടുണ്ട്. കൈൻ്റെ സ്കൾപ്റ്റിങ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഇത് മറ്റ് വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ടേ. പല വീഡിയോസിലും കൈൻ്റെ സ്കൾപ്റ്റിങ്ങൊക്കെ വളരെ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാനതൊന്നും ഇവിടെ കാണിച്ചിട്ടില്ല. ഞാനത് ഷൂട്ട് ചെയ്ത ആ ഒരു പോർഷൻ എൻ്റെ നിന്ന് പോവുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ ആ ഗേളിൻ്റെ ചുറ്റുമായിട്ട് നമ്മൾ കുറേ ഇതുപോലെ വള്ളികളും ഇലകളും ഒക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നത് വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് പൂക്കളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കോളാമ്പിപ്പൂ പോലത്തെ കുറച്ച് പൂക്കളാണ് ചെയ്യുന്നത്. എപ്പോഴും റോസസ് ഡെയ്സീസ് ഒക്കെ അല്ലേ ചെയ്യാറ്. അപ്പോൾ ഞാനിവിടെ കോളാമ്പിപ്പൂ പോലത്തെ പൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ യെല്ലോ കളർ ഫ്ലവേഴ്സാണ് വയ്ക്കാൻ പോകുന്നത്. ഇതുപോലെ കുറച്ച് ക്ലേ എടുത്തിട്ട് ഈ ഷേപ്പിലാക്കി എടുക്കുക. വളരെ എളുപ്പമാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ. അങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ചില ആൾക്കാർ പറയും ആദ്യം കൊഞ്ചലൊന്ന് നിർത്തുമെന്ന്. എൻ്റെ വോയിസ് ഇങ്ങനെ തന്നെയാണ്, ഇതിൽ ഒരു മാറ്റമില്ല. ഞാൻ എൻ്റെ മാക്സിമം സ്മാർട്ടായിട്ടാണ് സംസാരിക്കാൻ നോക്കാറ്. നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ബുള്ളിങ് ഒഴിവാക്കിയാൽ കൊള്ളാം. കാരണം എൻ്റെ വോയിസിന് ചേഞ്ച് ചെയ്യില്ല. ഒരുപക്ഷെ എൻ്റെ വോയിസ് കൊണ്ട് കൂടെ ആയിരിക്കും ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നത്, ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. സോ പറ്റുകയാണെങ്കിൽ ചെയ്യുക, കാരണം ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ലോങ് വെർഷനും കൂടെ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. ചീയേഴ്സ്.